ഇപ്പോൾ ഇസ്ലാമികമായ രാജ്യങ്ങളിൽ നൽകപ്പെടുന്ന ഫത്വകൾ ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളല്ലാത്ത മതേതര രാജ്യങ്ങളിൽ അത് പാലിക്കൽ നിർബന്ധമാണോ എന്നുള്ളത്? എല്ലാ ഫത്വകൾക്കും ഒരേ നിയമവും ഒരേ നിലവാരവുമല്ല കൽപ്പിക്കപ്പെടേണ്ടത്. ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ഉത്തരേന്ത്യയിൽ കൊടുത്തൊരു ഫത്വ കേരളത്തിലേക്ക് പ്രയോഗിക്കാൻ പറ്റണം എന്നില്ല. ഇനി ഇവിടെ തന്നെ എനിക്ക് കിട്ടിയൊരു ഫത്വ താങ്കൾക്ക് ഒരു പക്ഷെ സ്വീകരിക്കാൻ പറ്റണം എന്നില്ല. ഫത്വ എന്ന് പറഞ്ഞാൽ അതാണ്. ഫത്വ ഒരിക്കലും ഇസ്ലാമിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു പൊതുവായ വിധിയല്ല ഫത്വ. ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആ വിഷയത്തിന് നാനാവശങ്ങൾ പഠിച്ച് അതിൽ അയാൾ എന്തു ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഫത്വ. ഹുക്മും ഫത്വയും വ്യത്യസ്തമാണ്. ഹുക്മും ഫത്വയും വ്യത്യസ്തമാണ്. ഒരു പക്ഷേ അയാളുടെ വിഷയത്തിൽ ആ ഹുക്മിന് വിപരീതമായി ഏതെങ്കിലും വല്ല സ്പെഷ്യൽ കേസുകളൊക്കെ ഉണ്ടാകാം. അപ്പൊ അയാളുടെ എല്ലാ സാഹചര്യവും പഠിച്ച് അയാളോട് പറയും ഈ വിഷയത്തിൽ താങ്കൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതാണ് ഫത്വ. അത് അയാൾക്ക് ബാധകമാണ്. അയാളുടെ അതേ സന്ദർഭവും സാഹചര്യവുമുള്ള അതേ പ്രശ്നമുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്കും ബാധകമാണ്. അതുകൊണ്ടാണ് ഒരു നാട്ടിലെ ഫത്വ മറ്റൊരു നാട്ടിലേക്ക് നിരുപാധികം സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്നത്. പല രാജ്യത്ത് ചോദിക്കുന്ന ആളുകളുടെ ആ നാട്ടിലെ വിശ്വാസ ആചാരങ്ങൾക്കനുസരിച്ച് ഫത്വകൾ വ്യത്യാസം വരും. ചോദ്യം എന്താണ് അറിയാതെ ഉത്തരവെടുക്കാൻ പറ്റൂല. ചോദിച്ച നാടിന്റെ പശ്ചാത്തലം അറിയാതെ ഉത്തരവെടുക്കാൻ പറ്റൂല. ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ യാഴിപാതയുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ നിങ്ങളുടെ നാട്ടുകാരനായ കായക്കൊടിയൊക്കെ വ്യാപകമായി കൊണ്ടറിഞ്ഞൊരു ഫത്വ ഉണ്ടായിരുന്നു. സുബഹിക്ക് വിളിച്ചു നടത്താൻ ഹഫറത്തിന്റെ മലക്കോട് പറഞ്ഞാൽ അത് ഷിർക്കുൻ അക്ബറാണ് എന്ന് ഇബ്നു ബാസിന്റെ ഫത്വ ഉണ്ട്. നാട് നീളെ അവിടെ കൊണ്ടുനടന്നു. ഇത് പറഞ്ഞത് ഹഫറത്തിന്റെ മലക്ക് അവിടെ ഇല്ലേ? സുബഹിക്ക് വിളിച്ചു നടത്താൻ പറഞ്ഞാൽ എന്താ അഭൗതികമായ കാര്യമൊന്നുമില്ലല്ലോ, കഴിയാത്ത കാര്യമില്ലല്ലോ. അപ്പൊ കഴിയുന്ന കാര്യമായിട്ടും അത് ഷിർക്ക് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് എല്ലാം ഷിർക്കാണ്. അത് നമ്മൾ പറഞ്ഞെന്താ, ആ ഫത്വക്ക് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എവിടുന്ന് കിട്ടും? ഒന്നുകിൽ ചോദ്യത്തിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ ചോദ്യത്തിൽ നിന്ന് കിട്ടണമെന്നില്ല. ആ ഫത്വ കൊടുത്ത ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വരും. ഇവിടെ ചോദ്യത്തിൽ വ്യക്തമാണ്. ചോദ്യം എന്താണ്? ഞങ്ങളുടെ നാട്ടിൽ ഒരു പതിവുണ്ട്. ചോദ്യം ആരംഭിക്കുക അങ്ങനെയാ. ഞങ്ങളുടെ നാട്ടിൽ പതിവുണ്ട്, അവിടെ സാധാരണക്കാർ ആമത്തുന്നാസ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് കിടക്കാറാണ് അവിടുത്തെ പതിവ്. എന്താണ് ഇതിന്റെ വിധീന? അപ്പൊ ഒരിക്കലും ഏത് പണ്ഡിതനും ഒറ്റടിക്കൽ വിധി പറയൂല. ഒരു നാട്ടിൽ പതിവുണ്ടെങ്കിൽ ആ പതിവ് വെറുതെ ഉണ്ടാവില്ല. ആ പതിവിന് പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടാവും. ഞാനതിന് പലപ്പോഴും പല മുഖാമുഖിലും പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മോട് ആൾ ചോദിക്കാം, ഞങ്ങളുടെ നാട്ടിൽ അങ്ങാടിയിൽ ഹോട്ടലിന്റെ മുന്നിൽ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിക്ക് പച്ച പെയിന്റ് അടിച്ചിരിക്കുന്നു. അതിന് മീതെ ചെറിയൊരു ഓട്ടയുണ്ട്. ആ ഓട്ടയിലേക്ക് ആളുകൾ പൈസ ഇടുന്നു. എന്താ ഇതിന്റെ വിധി? പെട്ടിന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ പറയും, ആ പെട്ടി ശിർക്കിന്റെ പെട്ടിയാണ്, അവിടെ പൈസ ഇട്ടാ ശിർക്കാന്ന് പറയും. ഈ ഫത്വ മാത്രം എടുത്തിട്ട് നിങ്ങൾ മറ്റൊരു രാജ്യത്തെ പണ്ഡിതന്മാർ കൊടുത്തു നോക്കുക. ഓരിങ്ങനെ വായിക്കുന്നത് ഒരു പെട്ടി അങ്ങാടി സ്ഥാപിച്ച് മേലെ ഓട്ടയാക്കി അതിലേക്ക് പണമിട്ട ശിർക്ക്. എന്താ തോന്നുക? എന്ത് പോയത്തക ഈ നാട്ടിലെ മനുഷ്യന്മാര് പെട്ടിക്ക് ഓട്ടാക്കി പൈസ ഇട്ടാ ശിർക്ക്. എന്ത് ശിർക്കാത്? കാരണം ഓയ്ക്ക് പെട്ടില്ല. നമ്മക്ക് ഈ പെട്ടി കേൾക്കുമ്പോഴേക്കും അറിയാം ഇതിന് പിന്നിൽ എന്താ വിശ്വാസം എന്ന്. ഈ പെട്ടി വെറുതെ ഉണ്ടായതല്ല. ഈ പെട്ടിക്ക് പിന്നിലെ വിശ്വാസം എന്ത് നമുക്കറിയാം. അതാണ് ഫത്വയുടെ പ്രത്യേകത. ഫത്വ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആളുടെ സാഹചര്യം, ചോദിക്കുന്ന നാട്ടിലെ സാഹചര്യം എല്ലാം പരിഗണിച്ചുകൊണ്ട് ആ വിഷയത്തിൽ അയാൾ എന്തു ചെയ്യണം എന്ന് പറയലാണ് ഫത്വ. വേറെ ആൾ വരുമ്പോ വേറെ ഫത്വ ഇട്ടും ചിലപ്പോ. പ്രവാചകനോട് ഒന്ന് ചോദിച്ചു, റസൂലേ, നോമ്പുകാരനായിക്കൊണ്ട് ഭാര്യയെ ചുംബിക്കാമോ? നബി അത് ചുംബിക്കാം. അത് അയാൾക്കിട്ട ഫത്വയാണ്. വേറെ മനുഷ്യൻ വന്നു ഇതേ ചോദ്യം ചോദിച്ചു, നബി അത് ചുംബിക്കാൻ പാടില്ല. അയാൾക്കിട്ട ഫത്വ അങ്ങനെയാണ്. അതെന്താ കാരണം? ആദ്യം ചോദിച്ചാല് വയസ്സായ ആളാ, രണ്ടാമത് ചോദിച്ചാൽ ചെറുപ്പക്കാരനാ. അപ്പൊ വയസ്സായ മനുഷ്യൻ ചുംബിച്ചാലും വലിയ വേജാറൊന്നുമില്ല, അതിന് അപ്പുറത്തേക്ക് പോവില്ല, അയാൾ നോമ്പിന് പ്രശ്നം വരൂല. അപ്പൊ അയാൾക്ക് നബി പറഞ്ഞു ചെയ്യാം. മറ്റേ ആളുടെ പറഞ്ഞു പറ്റൂല എന്നറിഞ്ഞ്. എന്നാ നബി തങ്ങൾ ചുംബിച്ചിട്ടുണ്ട്, ഹദീസിലുണ്ട്. ആ ഹദീസ് പറഞ്ഞപ്പോഴേ ആയിഷ ബീവി ചോദിച്ചു,
നബിയെപ്പോലെ വികാരം ശമിപ്പിക്കാൻ നിങ്ങളിൽ ആർക്കാ സാധിക്കാൻ? ഇതാണ് ഫത്വ. അപ്പൊ ഒരു ഫത്വ നെറ്റുന്ന ഒരു കഷ്ടം മാത്രം എടുത്തിട്ട് അതിങ്ങനെ 100 കോപ്പി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നാട് മൊത്തം കൊടുത്തതാ ഇങ്ങനെ ഫത്വ ഉണ്ട് നമ്മുടെ നാട്ടിനെതിരാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ന്യായമല്ല. അപ്പൊ ഏത് വിഷയത്തിൽ ഫത്വകൾ നമ്മൾ ആ നിലക്കാട് മനസ്സിലാക്കി. ഒരേ പണ്ഡിതിൽ നിന്ന് ഒരേ വിഷയത്തിൽ 2, 3, 4 ഫത്വ ഉണ്ടാവും. കാരണം എന്താണ്? ചോദ്യകർത്താവിന്റെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ അയാൾക്കനുസരിച്ചുള്ള ഫത്വ അയാൾ കൊടുക്കും. അതാണ് ഫത്വ എന്ന് പറയുന്നത്. ഫത്വ ചോദിക്കാനുമുണ്ട് ചില മര്യാദകൾ. ഫത്വ കൊടുക്കാൻ മര്യാദ ഉണ്ട്, ഫത്വ ചോദിക്കാൻ മര്യാദ ഉണ്ട്. ആദാബുൽ മുഫ്തിയുണ്ട്, ആദാബുൽ മുസ്തഫ്തിയുണ്ട്. ഫത്വ ചോദിക്കുന്നവനുള്ള അദബുകൾ, ഫത്വ കൊടുക്കുന്നവന്റെ അദബുകൾ എല്ലാം ഉണ്ട്. നടന്നു പോണ വഴിക്ക് ഫത്വ വഹിക്കാൻ പാടില്ല, ചോദിച്ചാൽ കൊടുക്കാനും പാടില്ല. നടന്നു പോണ പോക്കിൽ ചോദിച്ചാൽ ഫത്വ കിട്ടൂല, ഫത്വ പറയില്ല, കൊടുക്കൂല, ചോദിക്കാനും പാടില്ല. ഫത്വയ്ക്ക് വേണ്ടി പ്രത്യേകം ഇരിക്കണം. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. പക്ഷെ ഫത്വ പറയണമെങ്കിൽ അതിന് പ്രത്യേകമായി ഒരുങ്ങി തയ്യാറായി മനസ്സതിനു വേണ്ടി പാകപ്പെട്ട് ക്ലിയറായി മറ്റ് ടെൻഷനും ഷുഗറൊന്നും ഇല്ലാതെ ആ ശൈഖ് അതിനു വേണ്ടി പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട സമയത്താണ് ഫത്വ ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട ആളുകൾ ഉണ്ടാവും, അവരോട് ആ ഫത്വ ചോദിക്കുക. എല്ലാവരും പോയി ചോദിക്കാൻ പറ്റും. ഇപ്പൊ സൗദി അറേബ്യയിൽ പോയി നോക്കി ഏത് ശൈഖോട് ചോദിച്ചാലും ഫത്വ കിട്ടൂല. അവിടെ ഫത്വ കൊടുക്കാൻ ഗവൺമെന്റ് പ്രത്യേകം അനുവാദം കൊടുത്ത മഹാപണ്ഡിതന്മാരുണ്ട്, അവരെ ഫത്വ കൊടുക്കുള്ളൂ. അല്ലാതെ എല്ലാ പണ്ഡിതന്മാരും കയറി ഫത്വ കൊടുക്കൂല. ഫത്വ വെച്ചാൽ അല്ലാത്തതിലും എന്ത് പറയും? നിങ്ങൾ ഇന്ന ശൈഖിലേക്ക് പോയിക്കോളി, അല്ലെങ്കിൽ ലജ്നായി ചോദിച്ചോളി എന്നേ പറയുള്ളൂ. നമ്മുടെ നാട്ടിലാണ് മൈക്കിനും ഉപയോഗിക്കണവരൊക്കെ ഫത്വ കൊടുക്കാൻ തുടങ്ങിയത്. ലോകത്ത് വേറെ ഇവിടെ അങ്ങനെയില്ല. നമ്മുടെ നാട്ടിൽ നാവ് നീളുണ്ടെങ്കിൽ ആ ആലിമായി വേറെ ഇലുമുണ്ടോ മറ്റുണ്ടോ അത് നോട്ടല്ല, നമുക്ക് ആൾക്ക് അത്ര അറിയുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും അതാണ് ഫത്വ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കിതാബിൽ എഴുതിയിട്ടുണ്ട്, ഇലാമുൽ മുവഖ്ഖിഈൻ അൻ റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനു വേണ്ടി ഒപ്പിടുന്നവരെ അറിയിക്കൽ എന്നാണ് കിതാബിന്റെ പേര്. ഫത്വ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടി ഒപ്പിടുക. ഈ വിഷയത്തിൽ എന്റെ ഹുക്കം ഇതാണ് എന്ന് പറയാൻ അർത്ഥം എന്താണ്? ഇന്റെ വിഷയത്തിൽ നീ ഇങ്ങനെ ചെയ്യണമെന്നാണ് അള്ളാഹു പഠിപ്പിച്ചത് എന്നാണ് അതിനർത്ഥം. അപ്പൊ ഇയാൾ ഫത്വ കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ ഇയാൾ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഗ്രഹിക്കാതെ നമ്മൾ എവിടെ നെറ്റുന്ന അടിച്ചു ഒരു ഫത്വ വെട്ടി, ചിലപ്പോൾ കിട്ടി ഇംഗ്ലീഷ് ആയിരിക്കും, അറബിനും ഉണ്ടാവില്ല. ഒരു ഇംഗ്ലീഷ് കഷ്ണം കിട്ടും, അപ്പുറപ്പുറം നോക്കൂല, ആ കഷ്ണവുമായി നടക്കും. അതൊന്നും ഒരിക്കലും ന്യായമായ ശരിയായ രീതിയല്ല.